പ്രിയപ്പെട്ട നേതാക്കളെ, നല്ലവരായ തൊഴിലാളി സുഹൃത്തുക്കളെ, STUവിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദരണീയനായ നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേർന്നാൽ പരിപാടികളുടെ തുടക്കം കുറിക്കും. STU കേരളത്തിൻ്റെ തൊഴിലാളി മേഖലയിൽ എത്രമാത്രം സ്വാധീനമുറപ്പിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിധം ഒരു വലിയ തൊഴിലാളി റാലിക്ക് ശേഷമാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ കൈവണ്ടി തൊഴിലാളികളിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ ഒരു കിടയറ്റ തൊഴിലാളി പ്രസ്ഥാനമായി മാറി ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമായി STU മാറിയിരിക്കുകയാണ്. മറ്റ് പല തൊഴിലാളി സംഘടനകളും ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടുള്ളവരുടെ ചട്ടുകമായി മാറുന്നുവെങ്കിൽ പേരുകൊണ്ട് മാത്രമല്ല പ്രവർത്തനത്തിലും സ്വതന്ത്രമായി ചിന്തിക്കുകയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലയുറപ്പിക്കുകയും ചെയ്ത അഭിമാനകരമായ പാരമ്പര്യമാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന മാവൂർ ഗോള റയോൺസ് ഇന്നില്ല. പക്ഷെ ആ മാവൂർ ഗോള റയോൺസിലെ വലിയ ട്രേഡ് യൂണിയനായി നിന്നിരുന്ന STUവിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. തങ്ങളന്ന് പറഞ്ഞത് STU സ്വതന്ത്രമായി തൊഴിലാളികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ്. തൊഴിലാളിയുടെ അവകാശ പോരാട്ടങ്ങളിൽ അവർക്ക് സ്വതന്ത്രമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ വെച്ച് ഏതെങ്കിലും കഴുകന്മാർ അവരെ റാഞ്ചിയെടുക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വിശാലമായ ചിറക് വിടർത്തി ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ തൊഴിലാളികളെ സംരക്ഷിക്കുക എന്ന ബാധ്യതയാണ് ലീഗ് ഏറ്റെടുക്കുക. ലീഗ് ആ ബാധ്യത എല്ലാ കാലത്തും ഏറ്റെടുത്തിട്ടുണ്ട്. ഈ തൊഴിലാളി റാലി നടക്കുന്നത് കേരളത്തിൽ തൊഴിലാളി വർഗം ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ്. തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ സംസ്ഥാനത്ത് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വിധം ഒരു സംസ്ഥാനം വലിയ കടക്കണിയിലേക്കും വില വർധനവിലേക്കും നീങ്ങുകയാണ്. ഈ 10 മാസത്തിനിടയിൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലവർധനവുണ്ടായ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ തൊഴിലാളിയും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുക. നമുക്കറിയാം, അതിനെക്കുറിച്ച് ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനോ ആ വിലക്കയറ്റം എങ്ങനെ പരിഹരിക്കാൻ കഴിയും, എങ്ങനെയാണ് വില നിയന്ത്രിക്കാനാവുക എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് പോലും
അനുകൂലമായ എന്തെങ്കിലും ഒരു നിലപാടുണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു ഭാഗത്ത് വലിയ വിലക്കയറ്റം ഉണ്ടാവുക, മറുഭാഗത്താകട്ടെ ഒരു സംസ്ഥാനത്തിന്റെ തകർച്ച നാം കാണുകയാണ്. കേരളം 6 ലക്ഷം കോടിയോളം രൂപ കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമായി നിൽക്കുകയാണ്. ഈ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഈ നാടിന് യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ ഒരു ഗവൺമെന്റ് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ്. ഗവൺമെന്റ് എങ്ങനെയാണ് ധനവിനിയോഗം എന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാതെ അവർ മുന്നോട്ട് പോയി. എന്നാലാകട്ടെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കോ ഈ നാട്ടിലെ തൊഴിലാളികൾക്കോ ഒന്നും ഒരാനുകൂല്യങ്ങളും നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ പൊതുമേഖല തകർന്നു കിടക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൂട്ടിക്കിടക്കുകയാണ്. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ പൂട്ടിക്കിടക്കുന്ന ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയാണ്. അതിൽ പറയുന്നത് ഏറ്റവും അത്യന്താധുനികമായ സൗകര്യങ്ങളേറെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയാതെ തൊഴിലാളികൾ സമരത്തിലാണ്. സമരമുഖത്ത് വന്ന തൊഴിലാളികൾക്ക് 1 മാസത്തെ ശമ്പളം കൊടുത്തതിന് ശേഷം ഇതുവരെ വേതനം കിട്ടിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം ഉണ്ടാക്കാമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനത്ത് വീട്ടിൽ നിന്ന് 7 കിലോമീറ്ററിനുള്ളിൽ കേരളത്തിന്റെ വ്യവസായത്തിന്റെ ഏറ്റവും വലിയ നാണിപ്പിക്കുന്ന ഒരു ചിത്രം ഇന്നത്തെ പത്രങ്ങളുടെ 1-ാം പേജിലുണ്ടായെങ്കിൽ കേരളത്തിന്റെ വ്യാവസായിക മേഖല എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാൻ അത് ധാരാളം മതി. മുഖ്യമന്ത്രിയുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെയുള്ള ഓരോ മില്ലുകളുടെയും വ്യവസായ സ്ഥാപനങ്ങളെയും ഒക്കെ ഒന്നൊന്നായി അടച്ചുപൂട്ടുകയാണ്. കേരളത്തിന്റെ വ്യവസായ മന്ത്രി അതിന് മറുപടി പറയുന്നുണ്ട്. കേരളത്തിൽ ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ കേരളത്തിൽ GDP വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ അതാണ്. KP മജീദ് സാഹിബ് ഇരിക്കുന്നു, MLA-മാരാണ്. GDP വർദ്ധിച്ചിട്ടുണ്ട്. ഈ GDP വർദ്ധിക്കുക എന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു തെങ്ങിൽ നിന്ന് നിങ്ങൾക്ക് തേങ്ങ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ആ തെങ്ങ് വെച്ചിട്ട് 5 വർഷമായിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞാണ് അതിന് ഉൽപാദനം ഉണ്ടാകുന്നത്. GDP ലഭ്യമാകുന്നു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ IT മേഖലയിൽ നിന്നാണ്, അതുപോലെ മറ്റ് ചില മേഖലകളിൽ നിന്നാണ്. ആ സ്ഥാപനങ്ങളുടെ ഒന്നും തുടക്കം കുറിച്ചത് അവരായിരുന്നില്ല, ഐക്യ ജനാധിപത്യ മുന്നണിയായിരുന്നു എന്ന് യാഥാർത്ഥ്യം പറയണം. അവിടെ നിന്ന് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം എടുക്കാം. കേരള സർക്കാരിന് ലാഭം കൊടുക്കുന്ന കേരളത്തിലെ ഒരു വലിയ വിമാനത്താവളമാണ് കൊച്ചി. കൊച്ചിയുടെ ഈ വർഷത്തെ ലാഭം എത്ര കോടിയാണ്? ആ കൊച്ചി വിമാനത്താവളത്തിന്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിങ്ങൾ അറിയേണ്ടത്, ആ വിമാനത്താവളം തുടങ്ങുന്ന സമയത്ത് മലർന്നു കിടന്ന് ഞങ്ങളുടെ ശരീരത്തിലൂടെയല്ലാതെ ഇവിടെ വിമാനമിറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആ കാലത്ത് എതിർത്ത ഒരു സ്ഥാപനം പിന്നീട് വളർന്ന് വലുതായി ഈ വർഷം 100 കണക്കിന് കോടി രൂപ ലാഭമുണ്ടെന്ന് പറഞ്ഞ് അത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ ലാഭത്തിന്റെ ഞങ്ങൾക്ക് GDP വർധനവുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യായം എന്താണ്? നമ്മുടെ കാലഘട്ടത്തിൽ നാം തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾക്കാണ് അംഗീകാരമുണ്ടായത്. ഇവർ ഈ നാട്ടിലെ ഒരു നാടിന് വേണ്ടി ചെയ്തതൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇന്ന് ഒരു ഭാഗത്ത് ഇടതുപക്ഷ മുന്നണി അവരുടെ ജോലി ഏറ്റെടുക്കുന്നു. അവർ ഈ നാട്ടിലെ തൊഴിലാളികളെയും പാവപ്പെട്ടവനെയും ഒക്കെ തമസ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേന്ദ്ര ബജറ്റ് വന്നു. ആ കേന്ദ്ര ബജറ്റിൽ എന്താണ്? നിങ്ങൾക്കറിയാം, അനിയൻ ബാവയും ചേട്ടൻ ബാവയുമാണെന്ന് തോന്നിപ്പോകും. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യം എന്താണ്?
വിദേശ മദ്യത്തിന് വില കുറയും. വിദേശ മദ്യം ഇവിടെ ഉൽപ്പാദിപ്പിച്ചാൽ അതിന് വില കുറയും എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് എന്താണോ പ്രഖ്യാപിച്ചത് അതേ രീതി തന്നെ ഇവിടെയും അവലംബിക്കുന്നു. അതിനേക്കാളുപരി മറ്റൊന്നു കൂടിയുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, ഈ ഇരിക്കുന്ന നീലക്കൊടി പിടിച്ചു വന്നവരിൽ ഏറെ ഇന്ന് ഞാൻ കണ്ടത് മത്സ്യത്തൊഴിലാളികളാണ്. കടലിനോട് മല്ലടിക്കുന്നവർ, പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിക്കുന്നവർ, നമ്മുടെ രാജ്യത്തിന് വലിയ സമ്പാദ്യം ഉണ്ടാക്കി തരുന്ന മത്സ്യത്തൊഴിലാളികൾ. ആ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. എങ്ങനെയാണ് നിഷേധിക്കുന്നത്? നിങ്ങളുടെ കടലിൽ ഇറങ്ങാൻ പോകുന്നത് വൻ കപ്പലുകളാണ്. ആ കപ്പലുകൾ മത്സ്യബന്ധനം നടത്തിയാൽ അതിനുള്ള നികുതി ബജറ്റിൽ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇനി കപ്പലുകളിലൂടെ പിടിക്കുന്ന മത്സ്യത്തിന് നികുതിയില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ കടൽ മുഴുവൻ കോരിയെടുക്കാനുള്ള അവകാശം ഇവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അവർക്ക് പ്രജനനം പ്രശ്നമല്ല, മത്സ്യക്കുഞ്ഞുങ്ങൾ അവർക്ക് വിഷയമല്ല. അവർ കടല് കോരിയെടുത്ത് കൊണ്ടുപോകും. നിങ്ങൾക്കാകട്ടെ ഒരു കാരണവശാലും ഈ വള്ളവുമായി അല്ലെങ്കിൽ മത്സ്യയാനവുമായി നിങ്ങൾക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറം ഇഷ്ടാനുസരണം ആർക്കും വന്ന് മത്സ്യബന്ധനം നടത്തി അവർ വിൽക്കുന്ന മത്സ്യത്തിന് പോലും നികുതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കടൽ വിൽപ്പന നടത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ ഇന്ത്യയുടെ കടൽ തീരം, കടലിലെ മത്സ്യസമ്പത്ത് ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ യഥാർത്ഥ ഭാഷ്യം. നിങ്ങളറിയാതെ ഇന്ന് രാവിലെ വന്ന ബജറ്റിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിധം ഒരു നാട് മാറുകയാണ്. എല്ലാ മേഖലയും തകരുകയാണ്. അവിടെ തൊഴിലാളികൾക്ക് ഉയർത്തിപ്പിടിക്കാൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ ഒരിടം വേണം. തൊഴിലാളി എന്ന് പറയുന്നത് ഭയപ്പെടുന്നത് ഈ നാട്ടിൽ വർഗീയത ഭയപ്പെടുന്നവരാണ്. അവർ ഈ രാജ്യത്ത് ഒരുപാട് അപകടകരമായ സാഹചര്യങ്ങളെ അതിജയിക്കുന്നവരാണ്. അതുകൊണ്ട് വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാർ ഓരോരുത്തരായി ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, ഇന്ന് നിങ്ങൾ നടത്തിയ പ്രകടനം, ഈ പ്രകടനം വളരെ പ്രധാനമാണ്. നിങ്ങൾ നടത്തിയ പ്രകടനം കേരളത്തിലെ തൊഴിലാളി വർഗത്തിൻ്റെതാണ്. നമുക്കാവശ്യം സമാധാനപരമായി ജീവിക്കുന്ന ഒരിടമാണ്. കേരളത്തിൽ ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വലിയ മുന്നേറ്റം നടത്തുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയും കാലം തൊഴിലാളി വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുമ്പോഴും അഭിമാനത്തോടുകൂടി തലുയർത്തി പിടിച്ചു നിൽക്കാൻ കേരളത്തിലെ തൊഴിലാളിയെ പ്രാപ്തമാക്കിയത് കേരളത്തിലെ എല്ലാവരുടെയും ഐക്യമാണ്. കേരളം കാത്തു സൂക്ഷിച്ച സൗഹൃദമാണ്. ആ സൗഹൃദം തകർക്കാനുള്ള നീക്കം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ വികസന നേട്ടങ്ങളുടെ, ഈ സൗഹൃദത്തിന്റെ, ഈ സഹിഷ്ണുതയുടെ ഒക്കെ ഒരു ചരിത്രമുണ്ട്. അത് ജാതിയുടെ മതത്തിന്റെ മതിൽക്കെട്ടുകളില്ലാതെ മനുഷ്യൻ ഒരുമിച്ച് നിന്നതാണ്. ഈ കേരളത്തിന്റെ തെരുവുകൾ ആവേശഭരിതമാക്കിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, മന്നം ശങ്കർ PT ചാക്കോ ബാഫക്കിത്തങ്ങൾ സിന്ദാബാദ് എന്ന്. മന്നത്ത് പത്മനാഭനും R ശങ്കറും PT ചാക്കോയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളും ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പരിസരം നമുക്കുണ്ടായിരുന്നു. ആ പരിസരത്ത് ഇടതുപക്ഷത്തിന് വളരാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയാം, ആദ്യം ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിഴുതെറിയുന്ന ഒരു വലിയ പോരാട്ടത്തിന് കേരളം സാക്ഷിയാകുന്നത് ആ മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. അവർ തിരിച്ചറിയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മന്നം ശങ്കർ PT ചാക്കോ ബാഫക്കിത്തങ്ങൾ സിന്ദാബാദ് എന്ന ഈ നാട്ടിലെ അടിസ്ഥാന വർഗത്തിന്റെ, ഈ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളുടെ യോജിച്ച പോരാട്ടത്തിലൂടെ അവരുണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ അടിത്തറ തകർത്തല്ലാതെ
ഇനി ഞങ്ങൾക്ക് മുന്നേറാനാവില്ലെന്ന് കേരളത്തിലെ CPM തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് സമുദായ സംഘടനകളിലെ ചിലരെ കോടാലിക്കൈകളാക്കി മാറ്റി കേരളത്തിലുള്ള ആ സൗഹാർദ്ദത്തെ തകർക്കാൻ, വെട്ടിമാറ്റാൻ കഴിയുമോ എന്ന് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം സാമുദായിക സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ കേരളം ഉയർത്തിപ്പിടിച്ച സന്ദേശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തൊഴിലാളി വർഗത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്, തൊഴിലാളിക്കൊരിക്കലും ഒരു വർഗീയവാദിയാകാൻ കഴിയില്ല. തൊഴിലാളിക്കൊരിക്കലും ആരോടെങ്കിലും വിദ്വേഷമുള്ളവരാകാൻ കഴിയില്ല. അവൻ ചിന്തുന്ന വിയർപ്പിന് അധ്വാനത്തിന്റെ വിലയുള്ളതാണ്. അവർ അഭിമാനികളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ നീല പതാക അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി അഭിമാനപൂർവ്വം ഉയർത്തിയതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നടക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.